ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കോൺ സലാഡാണ്. നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമ്മൾ ഈ സലാഡ് ഉണ്ടാക്കുന്നത് സ്വീറ്റ് കോണും ടൊമാറ്റോ ഉപയോഗിച്ചാണ് നമ്മൾ സലാഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സലാഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് വീഡിയോ കാണാവുന്നതാണ്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന സലാഡാണ്. ഇവിടെ ഒരു ബൗളിൽ ഞാൻ 1 കിലോ സ്വീറ്റ് കോണും ബോയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് 1 കിലോ ചോപ്പ് ചെയ്ത ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. അതുകൂടാതെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് 1/2 കിലോ റെഡ് പെപ്പർ ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ അകത്തേക്ക് 250 ഗ്രാം ഒനിയൻ ഇട്ട് കൊടുക്കാം, ചോപ്പ് ചെയ്തതാണ്. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒലീവോ അല്ലെങ്കിൽ നോർമൽ ഉപയോഗിക്കാം. പിന്നെ 1/4 കപ്പ് ലൈം ജ്യൂസ്, 2 ടീസ്പൂണ് സാൾട്ട്, 2 ടീസ്പൂണും പെപ്പർ പൗഡർ, ഇത്ര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ കോൺ സലാഡ് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സലാഡാണ്. നിങ്ങൾ കോൺ ബോയിൽ ചെയ്യുമ്പോൾ ഓവർ ബോയിൽ ആയപ്പോൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ ടൊമാറ്റോ എടുക്കുമ്പോൾ കണ്ടമാനം പഴുത്ത് പോയ ടൊമാറ്റോ എടുക്കാതെ ഒരു മീഡിയം പഴുപ്പുള്ള ടൊമാറ്റോ എടുക്കാൻ. പിന്നെ നിങ്ങൾക്ക് സലാഡ് ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് റെഡ് പെപ്പർ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാ ക്യാപ്സിക്കം ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഈ സവോളയ്ക്ക് റെഡോ വൈറ്റ് ചെയ്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഇത് 35-40 പേർക്കുള്ള രീതിയിലാണ് ഈ സലാഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ്. അപ്പം നിങ്ങൾ ഈ രീതിയിൽ കോൺ സലാഡ് ഉണ്ടാക്കിയിട്ടില്ല, എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഞാൻ ആദ്യം പറഞ്ഞത് നമുക്ക് വളരെ എളുപ്പമാണ് സലാഡ് ഉണ്ടാക്കാൻ. ഒത്തിരി ചേരുവകളും നമുക്ക് ഇതിനകത്ത് ആവശ്യമായിട്ട് വരുന്നില്ല. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.